കാണേണ്ട കാഴ്ചയാണത്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ രഞ്ജിത് ചന്ദ്രൻ, ഇതൊക്കെ വലിയ ഒരു പദ്ധതി ഒക്കെ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ ശ്വാസം മുട്ടിക്കാത്ത, ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്തുന്ന വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കും എന്ന് ചില ബോധ്യങ്ങൾ നൽകുന്ന ഒരു ബജറ്റ് എന്നാണ് ഇപ്പോൾ പൊതുവെ വിശകലനം ഒക്കെ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ ഒരു വിധത്തിൽ കുറ്റം പറയുകയും ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവർ വലിയ പ്രതിഷേധങ്ങൾക്കുമായി മുന്നിട്ടിറങ്ങുകയാണ്, ഡൽഹിയിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഈ പ്രതിഷേധങ്ങൾ. ഈ ബജറ്റിനൊക്കെ മുമ്പായി ഒരു ജാമ്യമെടുക്കലാണോ ഈ ഒരു പ്രതിഷേധം, ഡൽഹിയിൽ നടത്താൻ പോകുന്ന പ്രതിഷേധം? കേന്ദ്ര സർക്കാർ ഒന്നും നൽകുന്നില്ല, കേരളത്തിന് ആവശ്യമായ വിഹിതം നൽകുന്നില്ല എന്നുള്ളത് പറയുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ ആണെങ്കിൽ കൂടി ഒരു പ്ലാൻ ബി അത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ട്, പ്ലാൻ ബി ഇറക്കും എന്നാണ് അവർ ബാലഗോപാലൊക്കെ നേരിട്ട് പറയുന്നത്. ആ പ്ലാൻ ബിയിൽ ഇതൊക്കെ ഈ ഒരു അവഗണനയൊക്കെ മറികടന്ന് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് സംസ്ഥാന സർക്കാർ കണക്ക് കൂട്ടുന്നത്. ഈ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ഈ ഇ.ഡി. വന്ന സമയത്ത് നമ്മുടെ കണ്ടല സഹകരണ സംഘത്തിലെ പ്രസിഡന്റ് ആയിരുന്ന പാസുരാങ്കന് നെഞ്ചുവേദന വന്നു. അതുപോലെ ശ്രീലങ്കയില് നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടി അവിടുത്തെ രജപക്സയുടെ അടക്കം തന്നെ കൊട്ടാരത്തിലേക്ക് നാട്ടുകാർ ഇരമ്പിക്കേറി. അപ്പൊ രാജാവ് അവിടുന്ന് രക്ഷപ്പെട്ടു, അവിടുത്തെ ഭരണാധികാരി രക്ഷപ്പെട്ടു, ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കണ്ടം വഴി ഓടുന്നതാണ് CPM-ന്റെ പ്ലാൻ ബി, അല്ലെങ്കിൽ കേരളത്തിൽ ഭരിക്കുന്ന LDF സർക്കാരിന്റെ ഒന്നുകിൽ നെഞ്ചുവേദന അല്ലെങ്കിൽ കണ്ടം വഴി ഓടുക. ഈ രണ്ടുമായിരിക്കും പ്ലാൻ ബി, അല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു ബഡ്ജറ്റ്, ആ ബഡ്ജറ്റില് ഒരല്പമെങ്കിലും വസ്തുതയുണ്ടോ? ആദ്യം തന്നെ ആമുഖത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധം തീർത്തിരിക്കുന്നു. ഏതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധ? മൂലധന ചെലവുകളൊക്കായി സംസ്ഥാനങ്ങൾക്ക് നൽകിയ പ്രത്യേക ധനസഹായമായിട്ട് കേരളത്തിന് നൽകിയത് 2223 കോടി രൂപ. പുതിയ പെൻഷൻ പദ്ധതിയിലേക്കുള്ള തൊഴിലുടമ വിഹിതം 3543 കോടി രൂപ. ഓഫ് ബജറ്റ് കടങ്ങളുടെ തിരിച്ചടവിനായി 3523 കോടി രൂപ. GST നഷ്ടപരിഹാരക്കുറവ് പരിഹരിക്കാനുള്ള വായ്പയായി 14,505 കോടി രൂപ. ആത്മനിർഭർ ഭാരത് പദ്ധതിക്കായുള്ള അധിക കടമായി 18,087 കോടി രൂപ. ഊർജ മേഖലയിലെ ചെലവഴിക്കുന്നതിനായി അധിക കടമായി 2021 4,060 കോടിയും 2022 4,263 കോടിയും. ഇതൊക്കെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധം. ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലയളവായിട്ട് നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ മന്ത്രിമാർ നടത്തുന്ന വികസനത്തിന്റെ പേരിൽ അവർ നിരത്തുന്ന ഫ്ലക്സുകളെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ റോഡുകളല്ലേ? കേന്ദ്രം ഇവിടെ പണം മുടക്കി നിർമ്മിക്കുന്ന എയർപോർട്ടിന് സമാനമായിട്ടുള്ള, എയറോഡ്രാമിന് സമാനമായിട്ടുള്ള റോഡുകളിലെ വികസനമല്ലേ കേരളത്തിൽ ആകെ ഇവിടെ നടക്കുന്ന വികസനമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു വികസനം കഴിഞ്ഞ കുറച്ചു കാലയളവായിട്ട് ഇവിടെ നടക്കുന്നുണ്ടോ? വിഴിഞ്ഞം പോർട്ട് പറയുന്നു, ആ വിഴിഞ്ഞം പോർട്ട് എവരുടെയാണോ? അല്ല. അതുപോലെ ഈ കഴിഞ്ഞ സർക്കാരിന്റെ തന്നെ, കഴിഞ്ഞയ്ക്ക് മുമ്പത്തെ സർക്കാരിന്റെ തന്നെ പദ്ധതിയായിരുന്നു ലൈറ്റ് മെട്രോകൾ. ഇന്നിപ്പോ പറയുന്നു ആ പണം മാറ്റി വെക്കുന്നില്ല, പക്ഷെ അത് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ, തിരുവനന്തപുരത്തും കോഴിക്കോടും കൊണ്ടുവരും എന്നുള്ള രീതിയിൽ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നു. അങ്ങനെ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് നടക്കുന്ന വാചക കസർത്ത് മാത്രമല്ലേ. ഇപ്പോ CPM-ന്റെ പ്രതിനിധി 1,710 കോടി രൂപ ഗതാഗത മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇവിടെ ബഹുമാന്യപ്പെട്ട തോമസ് ഐസക്ക് 7 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് KSRTC-യിൽ 1000 CNG ബസ്സുകൾ ഇറക്കുമെന്ന്. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞ 1000 CNG ബസ്സുകൾ 5 വർഷം കൊണ്ട് KSRTC-യിൽ ഇറക്കിക്കൊണ്ട് KSRTC ഡീസൽ ബസ്സുകളെ നിന്ന് മുക്തമായിക്കൊണ്ട് CNG ബസ്സുകൾ 1000 പോയിട്ട് നേരെ 10 ബസ് KSRTC-യിൽ ഇറക്കിയോ? ഇതൊക്കെ പ്രഖ്യാപനത്തിൽ മാത്രമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1,710 കോടി രൂപ ഗതാഗത മേഖലയിൽ, കാർഷിക മേഖലയിലേക്ക് പ്രിയ സുഹൃത്ത് 1,698 കോടി രൂപ. തമിഴ്നാട്, അതുപോലെ തന്നെ കർണാടക, അതുപോലെ തന്നെ തെലുങ്കാന, അതുപോലെ ആന്ധ്ര, ഇവിടെയൊക്കെ തന്നെ കാർഷിക മേഖല ഉയരുമ്പോൾ
ഇവിടെയൊക്കെ തന്നെ നെൽകൃഷി അടക്കമുള്ളവ കൂടുമ്പോൾ, ഇവിടത്തെ ഓരോ വർഷവും കൂടുമ്പോൾ നെൽകൃഷി താഴോട്ട് പോവുകയാണ്. നെൽകൃഷി താഴോട്ട് പോയി ഇവിടെ കുട്ടനാട്ടിൽ പോലും അവിടത്തെ കർഷകർക്ക് പോലും അവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ വില കൊടുക്കാതെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിവിശേഷമല്ലേ കേരളത്തിലുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് പറയുന്നത് 1698 കോടി രൂപ ഇവിടെ കാർഷിക ഉൽപാദന കുട്ടനാട്ടിലെ പോലും കർഷകന് താങ്ങുവില കൊടുക്കാതെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ പണം കൊടുക്കാതെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത്. അങ്ങനെ എല്ലാ മേഖലയിലും തീർച്ചയായിട്ടും പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ. ഒരു ഇലക്ഷൻ വരുന്നു, കേന്ദ്രത്തിലേക്ക് നടക്കുന്ന അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് നടക്കുന്ന ഇലക്ഷനാണ്. കേന്ദ്രം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണ്. അതുകൊണ്ട് ആ മുഖത്തിൽ തന്നെ എന്താണോ കേന്ദ്ര വിരുദ്ധ സമരത്തിന്റെ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം പേസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് പ്രസംഗം അവതരിപ്പിക്കുക. ഈ കണക്കുകളെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ കണക്കുകളെല്ലാം തന്നെ 2223 കോടി രൂപയുടെയും പെൻഷൻ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച 3543 കോടി രൂപയുടെയും ഓഫ് ബജറ്റ് കടങ്ങൾക്കായി അനുവദിച്ച 3523 കോടി രൂപയുടെയും GST നഷ്ടപരിഹാര കുറവിനായിട്ട് അനുവദിച്ച 14,505 കോടി രൂപയുടെയും ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ആ വോട്ടൊന്നും കരസ്ഥമാക്കാതെ ഒരിക്കലും കേരളത്തിലെ ശരി, അത്തരം വസ്തുതകൾ